ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ ഇംഗ്ലീഷ് സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉപയോഗിച്ച് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക എന്താണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഒരു റിസർച്ച് പ്രോജക്റ്റ് ആയ സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് എന്ന് പറഞ്ഞൊരു ഫ്രീ ടൂളാണ്. ഈ ഒരു ടൂള് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലും അവൈലബിൾ ആണ്. പക്ഷേ വീഡിയോയുടെ പർപ്പസിനായിട്ട് ഞാൻ ഇത് കാണിക്കുന്നത് ലാപ്ടോപ്പിലാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. ഗൂഗിളിൽ സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരാൻ പോകുന്ന റിസൾട്ട് ഇതാണ്. നമ്മൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ് സ്പീക്ക് ആൻഡ് ഇംപ്രൂവ്. സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് എന്ന് പറയുന്നത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെയും ഒരു റിസർച്ച് പ്രോജക്റ്റാണ്. ഇത് ഇപ്പോഴും ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഫുള്ളി കംപ്ലീറ്റ് ഒരു വേർഷൻ ഇതുവരെ വന്നിട്ടില്ല. പല അപ്ഡേറ്റ്സും പതുക്കെ വരുന്നുമുണ്ട്. ആൻഡ് ഇവിടെ കാണുന്ന ഈ ഒരു പച്ച റോബോട്ടാണ് സാൻഡി. സാൻഡി ആയിരിക്കും നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നതും നമ്മൾക്ക് ഗ്രേഡ് തരാൻ പോകുന്നതും എല്ലാം സാൻഡി ആയിരിക്കും. ഇത് യൂസ് ചെയ്യാനായിട്ട് ഇവിടെ താഴെയുള്ള ഓറഞ്ച് ബട്ടൺ, സ്റ്റാർട്ട് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ ഓറഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കും പാർട്ട് 1 എന്നും. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പാർട്സ് ഉണ്ട്. ഇത് ഒന്നാമത്തെ പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ട് കഴിയുമ്പം നമുക്ക് നമ്മുടെ ഗ്രേഡ് കിട്ടും. വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ട് 2 ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ പാർട്ട് 1 കാണാൻ സാധിക്കും. 8 ക്വസ്റ്റ്യൻസ് ആണ്. 1 തൊട്ട് 4 വരെ ക്വസ്റ്റ്യന് 10 സെക്കൻഡും 5 തൊട്ട് 8 വരെയുള്ള ക്വസ്റ്റ്യന് 20 സെക്കൻഡും ആയിരിക്കും ആൻസർ ചെയ്യാനായിട്ട് കാണുക. നമുക്കിവിടെ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. വാട്ട്സ് യുവർ നെയിം? ഒന്നാമത്തെ ചോദ്യം വാട്ട്സ് യുവർ നെയിം, പേരെന്താണെന്നാണ്. അത് നമുക്ക് സ്റ്റാർട്ട് സ്പീക്കിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിന് ആൻസർ ചെയ്യണം. മൈ നെയിം ഈസ് ആൽഫിൻ ജോ പ്ലാത്തോട്ടം. സോ ഇവിടെ നമുക്ക് ആ ഒരു ആൻസർ കേൾക്കാൻ സാധിക്കും. കേൾക്കാനായിട്ട് ഈ ഒരു പ്ലേൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. മൈ നെയിം ഈസ് ആൽഫിൻ ജോ പ്ലാത്തോട്ടം. സോ അതാണ് നമ്മുടെ ഉത്തരം. നമുക്കൊന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ ട്രൈ എഗെയിൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾക്ക് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. How do you spell your family name? നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ട്രൈ എഗെയിൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ട്രൈ എഗെയിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി സ്റ്റാർട്ട് സ്പീക്കിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ പറ്റുകയുള്ളൂ. സ്റ്റാർട്ട് സ്പീക്കിംഗ് എന്നതിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. സോ ഞാനിവിടെ 8 ക്വസ്റ്റ്യനിൽ 8 എണ്ണവും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതാ ഇവിടെ ട്രൈ എഗെയിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഈ ഒരു ട്രൈ എഗെയിനിൽ ക്ലിക്ക് ചെയ്താൽ റീട്രൈ പാർട്ടും ഉണ്ട്, റീട്രൈ ക്വസ്റ്റ്യനും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ റീട്രൈ പാർട്ട് എന്ന് വെച്ചാൽ 8 ക്വസ്റ്റ്യനിൽ 8 എണ്ണവും നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്യാനാണ് റീട്രൈ പാർട്ട്. റീട്രൈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി അടുത്തതുള്ളത് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാണ്. ഫീഡ്ബാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ഗ്രേഡ് കിട്ടുന്നതാണ്. നമ്മൾക്ക് ഫീഡ്ബാക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾക്കിവിടെ നമ്മുടെ സ്കോർ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും CEFR ലെവൽ B2 എന്ന്. ഈ CEFR ലെവൽ എന്താണ്? CEFRൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോമൺ യൂറോപ്യൻ ഫ്രെയിംവർക്ക് ഓഫ് റെഫറൻസ് ഫോർ ഇംഗ്ലീഷ് ആണ്. ഈ ഒരു CEFR എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് എബിലിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ലെവലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ഗ്രേഡാണ്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഗ്രേഡാണ് CEFR. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 88% കോൺഫിഡൻസ്. ദ മോർ പാർട്സ് യു ആൻസർ ദ മോർ കോൺഫിഡൻറ്റ് സാൻഡി ക്യാൻ ബി അബൌട്ട് യുവർ ലെവൽ. ഇനി നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ മോർ ക്വസ്റ്റ്യൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ആൻസർ മോർ ക്വസ്റ്റ്യൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇനി പാർട്ട് 2 ആയിട്ടാണ് വരാൻ പോകുന്നത്. നമ്മളിപ്പം പാർട്ട് 1ലെ 8 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പാർട്ട് 2ലെ കുറേ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. മുകളിൽ ഓഡിയോ എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഓഡിയോസ് എല്ലാം കേൾക്കുവാൻ സാധിക്കുന്നതാണ്.
ഇനി തൊട്ടിപ്പുറത്ത് ഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു ടാബുണ്ട്. ഈ ഒരു ടാബ് വരാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു റിസർച്ച് പ്രോജക്റ്റാണ്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ. അപ്പം ആ ടൂൾസൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുക. IELTS, PTE, ദ പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് തുടങ്ങിയ ഇതുപോലത്തെ പരീക്ഷകൾക്കായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാനിപ്പോൾ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞുതരാം. PTEയുടെ അക്കാഡമിക് സ്കോറിൽ നമ്മൾക്കറിയാം 90 ആണ് ഹയസ്റ്റ് മാർക്ക്. ഈ ഒരു 85 to 90 റേഞ്ചിലെങ്കിലും നിങ്ങൾക്ക് PTEയുടെ അക്കാഡമിക് സ്കോർ ലഭിക്കണം എന്നുണ്ടെങ്കിലും CEFR നിങ്ങൾക്ക് C2 കിട്ടണം, അതായത് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ. ഇനി അടുത്ത റേഞ്ചാണ് 76 to 84. ഈ ഒരു റേഞ്ച് PTEയിൽ ആവശ്യം വരുന്നത് ഓസ്ട്രേലിയൻ സ്കിൽഡ് മൈഗ്രേഷൻ വിസയ്ക്കൊക്കെ ഇതാണ് ആവശ്യമുള്ളത്. ഇത് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ PTEയുടെ സ്കോറായിട്ട് 76 to 84 ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CEFR C1 എങ്കിലും മിനിമം ആവശ്യമാണ്. PTEയുടെ അക്കാഡമിക് സ്കോറിൽ 59 to 75 കിട്ടണമെന്നുണ്ടെങ്കിൽ CEFRൻ്റെ B2 ലെവലിനോട് ഇക്വിവാലൻ്റ് ആണെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത റേഞ്ചാണ് 43 to 58. ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CEFR B1 ലെവലെങ്കിലും ഉറപ്പായിട്ടും കിട്ടണം. ഇത് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് PTEയുടെ സ്കോറിലോട്ട് വരുമ്പോഴത്തേനും 43 to 58 റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു അക്കാഡമിക് സ്കോർ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്കിനി PTEയുടെ സ്കോറിൽ 30 to 42 റേഞ്ചിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ CEFR നമ്മൾക്ക് A2 ലെവലെങ്കിലും ഉറപ്പായിട്ടും ആവശ്യമാണ്. നിങ്ങൾക്ക് CEFR A1 ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇത് PTEയുടെ അക്കാഡമിക് സ്കോറിലോട്ട് വരുമ്പം 10 to 29 റേഞ്ചിലായിരിക്കും ഇത് വരാൻ പോകുന്നത്. നമ്മൾക്കറിയാം PTE എന്ന് പറഞ്ഞ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പിയേഴ്സൺ PLC ഗ്രൂപ്പാണ്. ഈ ഒരു എക്സാമിന് നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു ബേസ് കോസ്റ്റ് എന്ന് പറയുന്നത് 13,500 GST ഒക്കെ ആഡ് ചെയ്ത് വരുമ്പോഴത്തേനും 16,000 ആണ് ഈ ഒരു എക്സാമിനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് നല്ലൊരു മാർക്ക് കിട്ടുവാനായിട്ട്, നല്ലൊരു ഇംഗ്ലീഷ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു മാർക്ക് കിട്ടുവാനായിട്ട് നമ്മൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു CEFR ലെവൽ വെച്ച് നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ രീതിയിൽ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alvin, signing out. Goodbye.